അഞ്ചാതെ എന്ന തമിഴ് ചിത്രം കണ്ടവരാരും മിഷ്കിൻ എന്ന സംവിധായകനെ മറക്കാനിടയില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഷൺമുഖ രാജ എന്നാണ്. 2006 അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചിത്രം റിലീസായിരുന്നു. അതാണ് ചിത്തിരം പേശുതടി. ആ സിനിമ ഒരു പുതിയ ഒരു തമിഴ് ന്യൂ വേവ് സിനിമയുടെ ഒരു ആരംഭം എന്ന് വേണം പറയാൻ. ഈ ചിത്രം ഒരു ലവ് സ്റ്റോറിയാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം ഈ മിഷ്കിൻ എന്ന സംവിധായകൻ്റെ ഒരു കയ്യൊപ്പോടുകൂടി ആ ചിത്രം ഒരു പ്രത്യേക രീതിയിലാണ് കഥ പറഞ്ഞത്. അത് തമിഴ് ജനതയ്ക്ക് ഇഷ്ടപ്പെടുകയും ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതുപോലെ ഈ ചിത്തിരം പേശുതടി എന്ന ചിത്രത്തിൽ അഭിനയിച്ച നരേനും ഭാവനയും ഇവർ രണ്ടുപേരും ഒരു അറിയപ്പെടുന്ന വ്യക്തികളായി നടനും നടിയുമായി മാറുകയൊക്കെ ചെയ്തു. അവർക്ക് ഒരുപാട് പേരും പെരുമയൊക്കെ നേടിക്കൊടുത്തൊരു ചിത്രവും കൂടിയാണ് ഈ ചിത്തിരം പേശുതടി എന്ന മിഷ്കിൻ ചിത്രം. തമിഴ്നാട്ടിൽ ഈ ചിത്തിരം പേശുതടി എന്ന ചിത്രം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായി തീരുകയാണ് ഉണ്ടായത് 2006. അഞ്ചാതെ എന്ന ചിത്രം ഈ മിഷ്കിൻ്റെ ഞാൻ ആദ്യം കാണുന്ന സിനിമ അഞ്ചാതെ എന്ന ചിത്രമാണ്. അതിന് ശേഷമാണ് മിഷ്കിൻ ഏതൊക്കെ സിനിമകൾ സംവിധാനം ചെയ്തു എന്നും മറ്റും ഞാൻ നോക്കിയത് തന്നെ. കാര്യം അഞ്ചാതെ എന്ന സിനിമയുടെ ഒരു മേക്കിംഗ് അത്തരത്തിലായിരുന്നു. അതായത് മിഷ്കിൻ ഒരു അക്കിര കുറോസോവയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ പാതകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം തന്നെ മിഷ്കിൻ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അക്കിര കുറോസോവ എന്ന്. അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നതെന്നൊക്കെയാണ് മിഷ്കിൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. അതുപോലെ മിഷ്കിൻ സംവിധാനം ചെയ്ത ഈ അഞ്ചാതെ എന്ന ചിത്രം അതിൽ പ്രധാന റോളുകളിൽ വന്നിരുന്നത് നരേനും അജ്മൽ അമീറുമാണ്. ഈ അജ്മൽ അമീർ നമ്മൾ മലയാളത്തിൽ പ്രണയകാലം എന്ന ചിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ കാണുന്നത് ഈ അഞ്ചാതെ എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ ഇവർ രണ്ടുപേരും ഒരു ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതിൽ അലസനായിരിക്കുന്ന വ്യക്തി ഒരു വലിയ ഒരു സ്ഥാനത്തേക്ക്, ഒരു പോലീസ് ഓഫീസറുടെ സ്ഥാനത്തേക്ക് എത്തുകയും മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു മിടുക്കനല്ലാത്ത ഒരു വഴിവിട്ട ജീവിതത്തിലേക്ക് കടക്കുന്നതൊക്കെയാണ് ഈ അഞ്ചാതയുടെ പ്രമേയം. പക്ഷേ അഞ്ചാതയിൽ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫിലിം മേക്കിങ്ങിൽ ഒരു പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി. അപ്പോൾ ഈ സിനിമ മിഷ്കിൻ എന്ന് നമ്മൾ അന്ന് സംവിധാനം മിഷ്കിൻ കാണിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ആരാണ് ഈ മിഷ്കിൻ എന്നുള്ളത്. എന്തായാലും സിനിമയുടെ അവസാനമൊക്കെ എത്താറാവുമ്പോൾ സിനിമയിൽ വില്ലനായി വരുന്നത് പ്രസന്നയാണ്. പ്രസന്നയെ വളരെ പ്ലസൻ്റായി കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് മിക്ക സിനിമകളിലും പ്രസന്നയുടേതായ ചില റോളുകളൊക്കെ ഉണ്ട്. നല്ല ഡീസൻ്റായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസന്ന. പക്ഷേ ഈ ചിത്രം കണ്ടോടുകൂടി എനിക്ക് മനസ്സിലായി പ്രസന്നയ്ക്ക് വേറെ റേഞ്ച് അഭിനയം കാഴ്ചവെക്കാനും കഴിയുമെന്ന്. അതിൻ്റെ പിന്നിൽ എന്തായാലും ഈ മിഷ്കിൻ എന്ന സംവിധായകൻ്റെ ഒരു കൈ ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും. ഈ മറ്റു ചിത്രങ്ങളിൽ കണ്ടതുപോലെയല്ല ഇത്. ഈ അഞ്ചാതെ എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ അഞ്ചാതെ എന്ന ചിത്രം കാണണം. ഈ ചിത്രത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പ്രസന്നയുടെ പെർഫോമൻസാണ്. ഒരു വ്യത്യസ്തമായ ഒരു ത്രില്ലർ സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് അഞ്ചാതെ എന്ന സിനിമ തോന്നിയത്. മുഖംമൂടി എന്ന ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ ഒക്കെ, ബാറ്റ്മാൻ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ സിനിമയായിരുന്നു മുഖംമൂടി എന്ന ചിത്രം. സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചു. കാര്യം ഇത് സംവിധാനം ചെയ്യുന്ന മിഷ്കിനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ഹീറോ സിനിമ വരുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു അങ്ങനെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഈ മുഖംമൂടി എന്ന സിനിമ കണ്ടു. അതിൽ ജീവയാണ് പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നത്. കൂടെ പൂജ ഹെഗ്ഡെയുടെ ആദ്യത്തെ സിനിമയും കൂടിയാണ്. കൂടെ പിന്നെ നരേനും ഉണ്ട്. എന്തായാലും സിനിമ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമയുടെ VFXും മറ്റു സിനിമാറ്റോഗ്രാഫി ഈ വിഭാഗങ്ങളിലൊക്കെ വളരെ ഒരു നല്ല ഒരു ഒരു അപ്രീസിയേഷനാണ് സിനിമയുടെ ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കിട്ടിയത്. എങ്കിലും സിനിമ ഒരു സക്സസ് ആവാത്ത ഒരു സിനിമയായിരുന്നു മുഖംമൂടി എന്ന ചിത്രം. മിഷ്കിൻ, എനിക്ക് തോന്നുന്നു മിഷ്കിൻ എടുത്ത സിനിമകളിൽ ഒരു സക്സസ് മൂവി എന്ന് പറയാൻ കഴിയാത്ത ഒരു സിനിമയാണ് ഈ മുഖംമൂടി എന്ന ചിത്രം. 2017 മിഷ്കിൻ്റെ മറ്റൊരു സംവിധാന സംരംഭമായ തുപ്പറിവാളൻ എന്ന സിനിമ വന്നത്. സിനിമയുടെ നായകൻ വിശാലായിരുന്നു. ഈ സിനിമ ഈ സർ ആർതർ കോനൻ ഡോയിൽ എഴുതിയ ഷെർലോക്ക് ഹോംസ് എന്ന കഥയെ ആ ഒരു സീരീസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തുപ്പറിവാളൻ എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമ ഒരു സക്സസ് മൂവിയായിരുന്നു. 2023 മിഷ്കിൻ അഭിനയ രംഗത്തേക്കും കൂടി കടന്നു. അപ്പോൾ മാവീരൻ എന്ന് പറയുന്ന ഒരു ശിവകാർത്തികൻ ചിത്രം ഉണ്ടായിരുന്നു, ലിയോ എന്ന വിജയ് ചിത്രം. ഈ രണ്ട് ചിത്രത്തിലും മിഷ്കിൻ അഭിനയിച്ചിരുന്നു. മാവീരനിൽ വില്ലനായിട്ടാണ് മിഷ്കിൻ അഭിനയിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ സംവിധായകൻ്റെ മേലെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ പെർഫോമൻസ് ആയിരുന്നു മിഷ്കിൻ മാവീരൻ എന്ന ചിത്രത്തിൽ. അതുപോലെ തന്നെ ലിയോ എന്ന ചിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, തുടക്കത്തിൽ കുറേ കള്ളന്മാർ ഇങ്ങനെ കുറേ ആളുകളെ കൊല്ലുകയും അവരെന്ന് പൈസ പിടിച്ച് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന അതിലൊരു ഗ്രൂപ്പ് ലീഡറായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ റോൾ ചെയ്തത് മിഷ്കിനാണ്. എന്തായാലും മിഷ്കിന് ഒരു ഇപ്പോൾ അഭിനയത്തിലേക്കാണ് മിഷ്കിൻ കടന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ന്യൂലി അനൗൺസ്ഡ് ആയിട്ടുള്ള സിനിമകളൊന്നും ഉള്ളതായി എനിക്ക് അറിയില്ല. അപ്പോൾ ഈ വർഷം 2024 തന്നെ ഈ മിഷ്കിൻ
ഒരു സിനിമയ്ക്ക് ഡെവിൾ എന്ന് പേരുള്ള മിഷ്കിൻ്റെ സഹോദരൻ തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനവും നിർവഹിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംഗീത സംവിധാന രംഗത്തേക്കും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും മിഷ്കിൻ എന്ന സംവിധായകനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് രീതിയും അദ്ദേഹം ചില ഒരു വ്യത്യസ്ത തരത്തിലുള്ള ആംഗിളുകളും ഫ്രെയിംസും ഷോട്ട്സും ഒക്കെ കണ്ടുപിടിക്കുന്നതിലൊക്കെ മിടുക്കനായ ഒരു സംവിധായകനാണ്. എന്തായാലും അദ്ദേഹം അഭിനയ രംഗത്തോട്ട് ഇറങ്ങിക്കോട്ടെ, പക്ഷേ അദ്ദേഹം സിനിമകളും സംവിധാനം ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.